നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം വേഴത്തിന്റെ രാശിമാറ്റം മൂലം കന്നി രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾക്കുണ്ടാകുന്ന ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോ കന്നി രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര ഈ നക്ഷത്രങ്ങളാണ് കന്നി രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. വേഴം ഇപ്പോൾ നേർഗതിയിൽ ഉച്ചരാശിയിലേക്ക് വരികയാണ്. എന്നാണ് വേഴം ഉച്ചരാശിയിലേക്ക് എത്തുന്നത്? 2026 ജൂൺ 2-ാം തീയതി വെളുപ്പിന് 1:55 വേഴം തന്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ നേരത്തെ വേഴം കർക്കിടകൻ രാശിയിൽ നിന്നിരുന്ന വേഴമാണ്. അത് മിഥുനൻ രാശിയിലേക്ക് വക്രത്തിലേക്ക് പോയതിന് ശേഷം ഇപ്പോഴിതാ ജൂൺ 2-ാം തീയതി വേഴം വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് വരുന്നു. കർക്കിടകൻ രാശി വേഴത്തിന്റെ ഉച്ചരാശിയാണ്. വേഴത്തിന്റെ ഉച്ചരാശി, അതായത് ഒരു പ്രധാനപ്പെട്ട രാശിയാണ്. അപ്പോ ഒരു ഗ്രഹം ഉച്ചരാശിയിൽ പ്രവേശിച്ചാൽ ആ ഗ്രഹത്തിന് ഫലദാന ശേഷി കൂടും എന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. വേഴം ആരാണ്? സർവേശ്വര ഗ്രഹമാണ്. അപ്പോൾ സർവേശ്വര ഗ്രഹം ആയ വേഴം പ്രസാദിച്ചാൽ എല്ലാ ഗ്രഹങ്ങളും പ്രസാദിക്കുമെന്ന് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ വിഷയം വേഴത്തിന്റെ രാശിമാറ്റം മൂലം കന്നി രാശിയിലെ നക്ഷത്രങ്ങൾക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകും, അതാണ് ചിന്തിക്കുന്നത്. അപ്പൊ 2026 ജൂൺ 2-ന് വേഴം കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കന്നി രാശിക്കാർക്ക് ഏറ്റവും മികച്ച ഒരു സമയമായിരിക്കും ഇത്. ഇവർക്ക് വേഴം 11-ലേക്കാണ് വരുന്നത്. ഇവരുടെ 11-ാം ഭാവത്തിൽ, അതായത് കന്നി രാശിക്കാരുടെ 11-ാം ഭാവത്തിലേക്കാണ് വേഴം വരുന്നത്. 11 എന്ന് പറഞ്ഞാൽ സർവകാര്യ സിദ്ധി നൽകുന്ന ഒരു ഭാവമാണ് 11-ാം ഭാവം. സർവകാര്യ വിജയങ്ങൾ ഉണ്ടാകുന്ന ഒരു ഭാവമാണ്. 11 ശുഭസ്ഥാനമാണ്. ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. അതുകൂടാതെ വരവിന്റെ ഭാവമാണ്. വരവ്, നമ്മളിലേക്ക് എന്തെല്ലാം വരണമോ ആ വരുന്ന കാര്യങ്ങൾ 11-ാം ഭാവം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ 11-ാം ഭാവം വരവിന്റെ ഭാവമാണ്. ഇവരുടെ വരുമാനം ഇതുമൂലം വർദ്ധിക്കും. വരവിന്റെ ഭാവത്താണല്ലോ ധനകാരൻ നിൽക്കുന്നത്. ധനകാരനാണ് വേഴം, ധനകാരകൻ കൂടിയാണ്. ധനത്തിന്റെ കാരകത്വമുള്ള ആളാണ് വേഴം. അതോടൊപ്പം സർവേശ്വര ഗ്രഹം. അപ്പോൾ ഈ വരവിന്റെ സ്ഥാനത്ത് ധനകാരകനായ വേഴം നിൽക്കുമ്പോൾ ധനപരമായ വരവ് ഇവരെ സംബന്ധിച്ച് കൂടുതൽ കിട്ടുന്ന ഒരു സമയമായിരിക്കും. അതുവഴി ഇവർക്ക് വരുമാനം വർദ്ധിക്കാൻ ഇടവരും. കിട്ടാതെ കിടന്നിരുന്ന പല വഴിക്കുള്ള പണം ഇവരുടെ കൈവശം വന്നു ചേരാൻ ഈ വേഴമാറ്റം അതിന് ഉപകരിക്കും. ഇവര് ഏതെങ്കിലും വിധത്തിൽ പണം കടം കൊടുക്കുകയോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്തിട്ടോ കിട്ടാതെ വന്നിട്ടുള്ള പല ധനപരമായ കാര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. അപ്പൊ കിട്ടാതിരുന്ന പണം ഇവരുടെ കയ്യിലേക്ക് കിട്ടാനായിട്ട് ഇടവരുന്നതാണ്. അപ്രതീക്ഷിതമായ പണം ഇവരുടെ കയ്യിൽ വരും. അതായത് ഇവര് വിചാരിക്കാത്ത വിധത്തിൽ, ഇവര് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇവർക്ക് ഇത്രയും പൈസ കയ്യിൽ വരുമെന്ന്. അപ്പൊ അങ്ങനെ വിചാരിക്കാത്ത വിധത്തിലുള്ള പണം ഇവരുടെ കയ്യിലേക്ക് വരാൻ സാധ്യതയുണ്ട്. വരവാണല്ലോ, വരവിന്റെ സ്ഥാനത്താണ് വേഴം നിൽക്കുന്നത്. ബിസിനസ്സുകാരെ സംബന്ധിച്ച് വലിയ ലാഭം കിട്ടുന്ന ഒരു സമയമായിരിക്കും. കച്ചവട സംബന്ധമായി, വ്യാപാര സംബന്ധമായി, ബിസിനസ് സംബന്ധമായി ഒക്കെയുള്ള കാര്യങ്ങളിൽ
ഇവർക്ക് വരവ് കൂടുതൽ കിട്ടുന്ന ഒരു സമയമായിരിക്കും. ഇത് കൂടാതെ 11ാം ഭാവം എന്ന് പറഞ്ഞ് തന്റെ അഭീഷ്ട സിദ്ധിയുടെ ഭാവമാണ്. അതായത് തനിക്ക് അഭീഷ്ട സിദ്ധി ഉണ്ടാക്കുന്ന ഒരു ഭാവമാണ് ഒരു വ്യക്തിക്ക് അവന്റെ 11ാം ഭാവം. അപ്പൊ 11ാം ഭാവത്തിലെ വേടം നിൽക്കുന്നതിനാൽ ഇവരെ ഈ രാശിക്കാരെ സംബന്ധിച്ച് അഭീഷ്ട സിദ്ധി ഉണ്ടാകുന്നതാണ്. ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ ഈ സമയത്ത് ഇവർക്ക് സഫലമാകുന്ന സമയമാണ്. അതായത് ദീർഘകാലമായിട്ട് ഇവർക്ക് ഏതെങ്കിലും വിധത്തില് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില ആഗ്രഹങ്ങൾ ഈ സമയത്ത് ഇവർക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതാണ്, അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് അംഗീകാരങ്ങളും പ്രശസ്തിയും കിട്ടുന്ന ഒരു സമയമാണ്. തൊഴിൽപരമായി അംഗീകാരം കിട്ടും, പ്രശസ്തി കിട്ടും, അങ്ങനെയുള്ള ഒരു സമയമാണ്. അത് തൊഴിൽപരമായി നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. സമൂഹത്തിൽ മാന്യതയും പ്രശസ്തിയും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകും. സമൂഹത്തിൽ നല്ല പേരും പെരുമയും കിട്ടാൻ ഇവർക്ക് ഇടവരുന്നതാണ്. സുഹൃത്തുക്കളിൽ നിന്നും മുതിർന്ന സഹോദരങ്ങളിൽ നിന്നും വലിയ സഹായ സഹകരണങ്ങൾ ഇവരിലേക്ക് എത്തിച്ചേരും. കുടുംബത്തിൽ സർവൈശ്വര്യപരമായ കാര്യങ്ങൾ വന്നു ചേരും. മംഗളകരമായ പല കാര്യങ്ങളും ജീവിതത്തിൽ ഈ സമയത്ത് ഇവർക്ക് നടപ്പിലാകുന്നതാണ്. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും കിട്ടുന്ന സമയമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് വിദേശ ജോലിയിൽ ഏർപ്പെടാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ സമയം അതിന് അനുകൂലമായ ഒരു സമയമാണ്. അതായത് ഇവർക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് പോകാൻ കഴിയുന്ന സമയമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കന്നി രാശിക്കാർക്ക് 2026 ജൂൺ മുതലുള്ള വേഴത്തിന്റെ മാറ്റം ജീവിതത്തിൽ വലിയ ഉയർച്ചകളും സാമ്പത്തിക ഭദ്രതയും നൽകുന്ന ഒരു യോഗകാലം തന്നെയായിരിക്കും ഇവരെ സംബന്ധിച്ച്. അപ്പൊ സമ്പന്നമായ വരവ് കിട്ടുന്ന, സാമ്പത്തികമായി വരവ് കിട്ടുന്ന ഒരു നല്ലൊരു സമയം ഈ വേഴമാറ്റം മൂലം ഈ കന്നിരാശിയിലെ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.